സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ 6 വനിതാ സിവിൽ ജഡ്ജിമാരെ പിരിച്ചുവിടുകയും അവരെ തിരിച്ചെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്ത മധ്യപ്രദേശ് ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ജഡ്ജിമാർ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുമ്പോൾ കേസ് തീർപ്പാക്കൽ നിരക്ക് ഒരു അളവുകോലാകില്ല എന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് നാഗരത്ന നടത്തിയ പരാമർശവും ശ്രദ്ധേയമായി. പുരുഷന്മാർക്ക് ആർത്തവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്, അപ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാകൂ എന്നായിരുന്നു നാഗരത്നയുടെ അഭിപ്രായം. ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ പോലും ഈ കാര്യം ദീർഘമായി കേൾക്കുന്നു. എന്നാൽ അഭിഭാഷകർക്ക് പറയാൻ കഴിയുമോ നമ്മൾ പതുക്കെയെന്ന്? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പതുക്കെയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയക്കാനാകുമോ? പുരുഷ ജഡ്ജിമാർക്കും ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഒരേ മാനദണ്ഡം വരട്ടെ, അവരെ വീട്ടിലേക്ക് അയക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കാണാം എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ. കേസ് തീർപ്പാക്കലുമായി ബന്ധപ്പെട്ട് ജില്ലാ ജുഡീഷ്യറിൽ ഒരു ടാർഗറ്റ് യൂണിറ്റുകൾ നിശ്ചയിക്കാൻ എങ്ങനെ കഴിയും എന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്ന ഇന്ന് അഭിപ്രായപ്പെട്ടത്. കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി ഡിസംബർ 12 മാറ്റി. 2023 ജൂണിൽ മധ്യപ്രദേശ് സർക്കാർ 6 വനിതാ ജഡ്ജിമാരെ പിരിച്ചുവിട്ട നടപടി സുപ്രീം കോടതി കഴിഞ്ഞ ജനുവരിയിൽ സ്വമേധയാ പരിഗണിച്ചിരുന്നു. ഫെബ്രുവരിയിൽ നടന്ന വാദം കേൾക്കലിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറാണോ എന്ന് സുപ്രീം കോടതി ഹൈക്കോടതിയോട് വാക്കാൽ ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ജൂലൈയിൽ പിരിച്ചുവിട്ടവർ ജഡ്ജിമാർക്കെതിരെ നടപടി 1 മാസത്തിനകം പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി വീണ്ടും മധ്യപ്രദേശ് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. മുതിർന്ന അഭിഭാഷകനായ ഗൗരവ് അഗൽവാറാണ് കേസിൽ അമിക്കസ് ക്യൂറിയായി പ്രവർത്തിച്ചത്. മുതിർന്ന അഭിഭാഷകനായ ഇന്ദിര ജെയിംസ്, R വസന്തി എന്നിവർ ജഡ്ജിമാർക്ക് വേണ്ടി ഹാജരായി. അഭിഭാഷകനായ അർജുൻ ഖാർഗെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായത്.